ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രധാന കഥാപാത്രം പടവലങ്ങയാണ്. പടവലങ്ങ തോരനാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. എൻ്റെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ ഞാൻ നിർത്തിയതാണ്. അത് വീണ്ടും തുടങ്ങും. ഞാൻ ബാക്കി കഥകൾ കുറച്ചുകൂടെ നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ വഴിയേ പറയണതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ആ ഭാഗങ്ങളും കൂടി ഒന്ന് പൂരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. അങ്ങനെ ഞാൻ പടവലങ്ങയൊക്കെ ചെത്തി മിനുക്കി അതിനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പിയിൽ അങ്ങനെ പടവലങ്ങയൊക്കെ അരിഞ്ഞ് കഴുകി റെഡിയാക്കി എടുത്തു. രാവിലെ ഞാൻ കടലക്കറി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പടവലങ്ങ കറി ഉണ്ടാക്കുന്നത്. പടവലങ്ങ തോരന് വേണ്ടി സവാള, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, പടവലങ്ങ എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ച ശേഷം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അതിൽ വെള്ളം ഇറങ്ങി വരുമല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. അങ്ങനെ പടവലങ്ങയ്ക്ക് അരഞ്ഞ് ഇറക്കിക്കിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി. ഇതൊക്കെ തന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കഥയും കഥാപ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. ബാക്കി കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരണതാണ്. അങ്ങനെ ഇന്നൊരു മീനില്ലാത്ത മീൻകറി വെച്ചു, പടവലങ്ങ തോരൻ വെച്ചു, കടലക്കറി, മീൻ, പിന്നെ രസം, പിന്നെ നെല്ലിക്ക അച്ചാർ. ഇതൊക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് നെല്ലിക്ക അച്ചാർ വയ്ക്കണു. പിന്നെ ഒരു സലാഡ് കൂടി ഉണ്ടാക്കി കേട്ടോ. അത് ഞാൻ താമസിച്ചു. നെല്ലിക്ക അച്ചാറിനൊക്കെ ഇട്ടു. അത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഇങ്ങനെ നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എന്താ പറയുക, പറയാൻ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. പറയാതിരിക്കുന്നതും ശരിയല്ല. പറഞ്ഞു നിർത്തിയത് കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കുറച്ചൊക്കെ ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. വീണ്ടും ഒന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. നോക്കാം. പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പറയാം കേട്ടോ. ഞാൻ പറയും. പിന്നെ എല്ലാവരും സുഖമല്ലേ? എല്ലാവർക്കും ഞാനങ്ങനെ ചട്ടിയും കലവും പാത്രങ്ങളൊക്കെ കഴിയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.